തൊടുപുഴയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചെന്നോ അങ്ങനെ ഒന്നും ഉള്ളൊരു തോന്നൽ പൊതുവെ അങ്ങനെ ഒരു തോന്നലില്ല. എങ്കിലും ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ ഞാൻ ഓടി നടന്ന സ്ഥലവും എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ആളുകളും എന്നോട് കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇത്തവണത്തെ പെരുന്നാൾ പ്രത്യേകത എന്താ? പെരുന്നാൾ പ്രത്യേകത എന്താണ്? ഈ പ്രാവശ്യത്തെ നോമ്പ് കുറച്ച് കഠിനമായിരുന്നല്ലേ. കേരളത്തിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും ചൂടുള്ള ദിവസങ്ങളായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പും എല്ലാവർക്കും കുറച്ച് കഠിനമായിരുന്നു. ഞാൻ ഷൂട്ടിലുമായിരുന്നു. ജിത്തു ജോസഫ് സാറിൻ്റെ മിറാഷ് എന്ന് പറഞ്ഞൊരു ഫിലിമായിരുന്നു ഷൂട്ട്. അതും പൊള്ളാച്ചിയായിരുന്നു ഷൂട്ട്. അപ്പോൾ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ബ്രേക്കാണ്. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് ഒരു 5-6 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഷൂട്ടിന് ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ, പെരുന്നാൾ ആഘോഷിക്കുക, എല്ലാവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കഴിയുന്നത്ര സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഹോളിഡേയ്സിൻ്റെയും ലക്ഷ്യം. മെസ്സേജ് എപ്പോഴും പറയാൻ അല്ലേ, നമ്മൾ എപ്പോഴും മലയാളികളെ പറ്റി പറയുന്നത് നമ്മൾ എല്ലാവരും ഒരുപോലെ കാണുന്ന, ഒരു ജാതി മത വ്യത്യാസം ഇല്ലാതെ ഒരുമിച്ച് എല്ലാം ആഘോഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതെപ്പോഴും അങ്ങനെ തന്നെ വരട്ടെ. ഇപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് പലതും വരുമ്പോൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളെയും പല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല നമ്മൾ ശീലിച്ചത്. നമുക്കെപ്പോഴും ഇപ്പോൾ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണം ആയാലും എല്ലാം മലയാളികളുടെ ആഘോഷമായിട്ടാണ് നമുക്ക് ആഘോഷിച്ച് ശീലമുള്ളത്. ഇനിയും അത് അങ്ങനെ തന്നെ പോകണം.